ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന സിനിമയാണ് കണ്ടത്. ഇതിൻ്റെ മുൻ പാർട്ടുകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ ഒരു സിനിമയുടെ ടെംപ്ലേറ്റ് എന്താണെന്ന്. അത് മാത്രമല്ല, ഒരു 90 കിഡ്സിൻ്റെ ഇടയിൽ ഈ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്തൊരു ഓളം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം അത്രയും പേടിപ്പിച്ച ഒരു സിനിമയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഇതിൻ്റെ 5 ആയിരുന്നു കുറച്ചുകൂടെ ഗംഭീരമായിട്ട് തോന്നിയൊരു സിനിമ. ഇന്നിപ്പോൾ 6ലേക്ക് വരുമ്പോൾ, ബ്ലഡ് ലൈൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സിനിമ കുറച്ചുകൂടെ ഒന്ന് ഡിഫറൻ്റ് ആയി. എന്നാൽ പുതിയൊരു കാലഘട്ടത്തിനനുസരിച്ച്, എന്നാൽ പഴയതുപോലെ അല്ലാത്ത രീതിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു വളരെ നൈസായിട്ട്, അതായത് മുൻ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർക്ക് പോലും കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, പുതിയ 2 ഡയറക്ടേഴ്സാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സ്പൈഡർമാനൊക്കെ വേണ്ടി തിരക്കഥ എഴുതിയ നമ്മുടെ മാർവലിലെ ഒരു റൈറ്റർ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റും എഴുതിയിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു സിനിമയുടെ ടെംപ്ലേറ്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സീനിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയും, ഇതിന് സംഭവിക്കാൻ പോണത് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയും. ബട്ട് ആ ഒരു കാര്യത്തിനൊക്കെ കുറേ ചേഞ്ചസ് പിടിച്ച് നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ കഥാപശ്ചാത്തലം എവിടെയാണ്, ഒരു ഫാമിലിക്കുള്ളിലാണ്. സോ ആ ഫാമിലിക്കുള്ളിൽ ഉള്ളവർക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, ആ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, അത് എങ്ങനെ സർവൈവ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള കുറേ പരിപാടികളാണ് ആക്ച്വലി ഈ സിനിമ ഇത്തവണ നമ്മളെ കൊണ്ടുപോകുന്നത്. സോ ഇതിൻ്റെ പഴയ കാലം, പുതിയ കാലം, അങ്ങനെ 2 കാലഘട്ടങ്ങളിലൂടെ ഈ കഥ എങ്ങനെ പരസ്പരം കണക്റ്റായി കിടക്കുന്നു, ആ സംഭവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇവരൊക്കെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് കഥയുടെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുമ്പോൾ ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിനകത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമാണ്. ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. ആ ടെൻഷൻ്റെ ഒരു ബിൽഡപ്പ് ഹൈ ആയിരിക്കണം, ഇല്ലെങ്കിൽ ആ മൊമെൻറ്റ് മൊത്തം പാളിപ്പോവും. ബട്ട് ഈ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഒരു സാധനം, അവിടെ ഒരു സാധനം, അങ്ങനെ ഒരു സംഭവം, ഇതൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇത് എങ്ങനെ കണക്റ്റ് ആവും, ഇതെന്താണ് സംഭവിക്കാൻ പോണത് എന്നിങ്ങനെ നമ്മളെങ്ങനെ ടെൻഷനാക്കും. ഇതാരിലൂടെ, എങ്ങനെ, ഏത് തരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, പിന്നീട് എന്ത് സംഭവിക്കാൻ പോണത്, എന്തൊക്കെ ബ്രൂട്ടലായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ കാണാൻ പോണത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉടലെടുപ്പിക്കും. അത് ഈ സിനിമയുടെ ഫസ്റ്റ് പോർഷനിൽ തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അതേപോലെ തന്നെ ഓരോ സിറ്റുവേഷനുകളിലേക്കും. സോ ഇവരുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്ന കുറേ പരിപാടികളും അവിടെ ഉണ്ടാകുന്ന ചെറിയ നർമ്മങ്ങളും പരിപാടികളും ഒക്കെ സിനിമയിൽ അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മാത്രമല്ല ഒരു സ്ഥിരം പാറ്റേണിനകത്ത് ആ ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തി എന്നുള്ളത് സിനിമയിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, ഇത് പഴയതുപോലെ തന്നെ അതേപോലത്തെ ഒരു സാധനം എടുത്ത് വീണ്ടും സിറ്റുവേഷൻ മാറ്റി ഇതാ ഇവിടെ ഒട്ടിച്ച് വെച്ചെന്ന് നമ്മൾ പറയും. പക്ഷേ ആ കാര്യങ്ങൾക്കൊക്കെ കുറേ വ്യത്യാസം വരുത്താൻ അവർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആർട്ടാണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ ഗംഭീരമാണ്. മുൻ സിനിമകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സിനിമകൾക്ക് ഉണ്ടായിരുന്ന ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടല്ലോ, അത് ഈ VFXൻ്റെ പരിപാടികൾ കുറച്ച് കൂടുതലായി വന്നപ്പോഴത്തേക്ക് പലയിടങ്ങളിലും മിസ്സായി പോയോ എന്നെനിക്കൊരു സംശയമില്ലാതില്ല. മാത്രമല്ല ഈ ഒരു സിനിമ ടോട്ടലി ഓഡിയൻസുമായിട്ട് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. കാരണം ആരെയും ബോറടിപ്പിക്കാത്ത രീതിയിലേക്ക് കഥ കൊണ്ടുപോകാൻ അവർക്ക് നന്നായി സാധിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലമാണെങ്കിലും സിറ്റുവേഷനുകളാണെങ്കിലും ആ ടെൻഷൻ ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ നൈസായിട്ട് എല്ലാവർക്കും വർക്കാവുന്ന രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് തന്നെ യാതൊരുവിധ ബോറിങ് സിനിമയുടെ ഇടയിൽ തോന്നിയില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ വളരെ നൈസായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് മുൻ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ലെവൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ അതിവിടെയും പാലിക്കുന്നുണ്ട്. ഈ കഥയിലെ ഒരു ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് എവിടേക്ക് കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് രസകരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കും. സോ മരണം എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേ മനുഷ്യർ, അവർക്കിടയിൽ നടക്കുന്ന സർവൈവലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവമാണ് ഈ എല്ലാ സിനിമകളുടെയും ടെംപ്ലേറ്റ്. ബട്ട് ആ ടെംപ്ലേറ്റിനെ നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഓരോ സിനിമകളും നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് എന്ന് പറയുന്നൊരു സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും മറ്റ് സിനിമകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ള, നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഞാനിന്ന് കണ്ട തിയേറ്ററിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പുച്ഛിച്ച് ചിരിക്കും. അതാണ് അവസ്ഥ. ഹൈമാക്സ് റെസൊല്യൂഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീൻ തനിയെ വളരുന്നതാണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അറ്റം മൂലമൊക്കെ തനിയെ വളരുന്നതായിട്ടും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ബാറ്റ്മാൻ സിനിമകളൊക്കെ
ഇവിടെ കൊണ്ടുവന്ന് ഗ്രേഡ് ചെയ്യാതെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം സ്ക്രീൻ മൊത്തത്തിൽ ഇരുട്ടാണ്, നല്ല ഗംഭീര പ്രൊജക്ടറാണ്, അതുകൊണ്ട് തന്നെ സ്ക്രീൻ മൊത്തം നല്ല ഇരുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ബാറ്റ്മാൻ സിനിമകൾ ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്രേഡൊന്നും ചെയ്യേണ്ട, അത്രയും ലാഭമാണ്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊന്നും പറയാനില്ല. അപ്പുറത്ത് സ്ക്രീനിൻ്റെ ബാക്ക് ഇരിക്കുന്ന ഏതോ ഒരു അണ്ണനെ വിളിക്കുന്നതൊക്കെ സിനിമയുടെ ഇടയിൽ വളരെ നന്നായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റി. അത്രയും ഗംഭീരമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ധന്യരമ്യ തിയേറ്ററിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ളൊരു തിയേറ്ററാക്കി മാറ്റിയാൽ ഇനിയും ഒരുപാട് ആൾക്കാർ ഓടിയെത്താൻ സാധ്യതയുള്ളൊരു തിയേറ്ററാണ്. കാരണം ആ ഒരു സിനിമയ്ക്ക് പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ഇമോഷണൽ ബോണ്ടിങ് കിടപ്പുണ്ട്. അത്രയും ക്വാളിറ്റിയുള്ള ഒരു തിയേറ്ററായിരുന്നു കൊല്ലം ധന്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തിയേറ്റർ നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് അവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ധന്യ രമ്യ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട തിയേറ്ററുകളാണ്. ഇന്ന് അതിൻ്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മെയിൻ്റെനൻസും ചെയ്യാതെ, ഓഡിയോ ക്വാളിറ്റിയും ഇല്ല, വിഷ്വൽ ക്വാളിറ്റിയും ഇല്ല, വേറെ റിലീസുകൾ മറ്റെവിടെയും കിട്ടാത്തത് കൊണ്ട് ഗതികെട്ട അവസ്ഥയിലാണ് ഇവിടെയൊക്കെ പോയിരുന്ന സിനിമ കാണേണ്ടി വരുന്നത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നല്ല വിഷ്വൽ ക്വാളിറ്റി ഉള്ളൊരു തിയേറ്റർ തിരഞ്ഞെടുക്കുക, നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളൊരു തിയേറ്റർ തിരഞ്ഞെടുക്കുക. അവിടെ പോയി ഈ സിനിമയൊക്കെ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഞാൻ ഇവിടുന്ന് എന്തായാലും ഈ ഒരു സിനിമ ഒന്നുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും എന്താണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളതൊന്ന് അറിയണമെന്നുള്ളൊരു കൗതുകം. അതുകൊണ്ട് തന്നെ മറ്റൊരു തിയേറ്റർ ചൂസ് ചെയ്ത് പോയി കാണുന്നതായിരിക്കും. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കൂടുതലൊന്നും പറയാനില്ല. മുൻ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നൈസായിട്ട് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് എടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസും റിവ്യൂസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ദയവേത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒരു കമൻറ്റും ഒരു ലൈക്കും ഒക്കെ തന്നാൽ കൂടുതൽ നന്നായിരിക്കും. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോഴും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ചോദിക്കേണ്ടത് എൻ്റെ ആവശ്യവും തരേണ്ടത് നിങ്ങളുടെ സ്നേഹവുമാണ്. അപ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോസും റിവ്യൂസും റോസിങ്ങും വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും